വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ ശിവനാണെങ്കിൽ ആരോ ജനൽ കൂടെ മാറുന്നത് കണ്ടു എന്ന് കുട്ടികൾ പറഞ്ഞല്ലോ. അപ്പോൾ അതനുസരിച്ച് ടോർച്ച് കൊണ്ടാണ് പോകുന്നുണ്ട്. പക്ഷേ ഇതേ സമയം സുസ്മിത അവിടെ ബാത്റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ്, വെളിയിലത്തെ ബാത്റൂമിൽ. പക്ഷേ ശിവൻ അവിടെയൊക്കെ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് സുസ്മിതയെ കാണുന്നില്ല. അന്നേരം കുട്ടികളെയും കൂട്ടി ശാലിനിയും കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ആരോ മാറുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങും ആരുമില്ല, മൊത്തം നോക്കി എന്നിങ്ങനെ അവർ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ അവരങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം സുസ്മിത ആശ്വസിച്ച് നിൽക്കുകയാണ്, സുസ്മിതയെ കണ്ടെത്തിയില്ലല്ലോ. അതിനുശേഷം റൂമിലേക്ക് എത്തുമ്പോൾ ആ ജനലങ്ങ് അടയ്ക്കാനായിട്ട് ശിവൻ പറയുന്നുണ്ട്. ശാലിനി അതേപോലെ ജനൽ ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് ശാലിനി കുട്ടികളെയും കൂട്ടി കിടക്കാൻ നോക്ക്, അങ്കിൾ പോയി കിടക്കട്ടെ എന്നിങ്ങനെ കുട്ടികളോട് പറയുകയാണ്. പക്ഷേ ഈ കുട്ടികൾ സമ്മതിക്കുന്നില്ല. അങ്കിളും കൂടി ഇവിടെ കിടന്നാൽ മതി, ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം ശാലിനി ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു കുട്ടികളുടെ നിർബന്ധം കാരണം ശിവനും കൂടി അവരോടൊപ്പം ആ റൂമിൽ അതേ കട്ടിലിൽ കിടക്കുകയാണ്. ശാലിനിയാണെങ്കിൽ ലാസ്റ്റ് കട്ടിലിൻ്റെ അങ്ങേറ്റത്ത്, പിന്നീട് കുട്ടികൾ രണ്ടുപേരും, പിന്നീട് ശിവനും കുട്ടികളോടൊപ്പം കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശാലിനിയുടെ മുഖത്ത് അകപ്പാട് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ ശിവനൊന്നും മിണ്ടാനും കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു സീൻ കാണുമ്പോൾ സുസ്മിതയാണെങ്കിൽ ഈ ബഹളമൊക്കെ മാറുമ്പോൾ തിരിച്ചിറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ജനലിൽ കൂടി തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഇവർ കാണുന്നില്ല എന്ന് തോന്നുന്നു. ഇവർ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു സുസ്മിത വീണ്ടും വരുന്നത്. അന്നേരം ഈ ഒരു സീൻ, ഇവരിങ്ങനെ 4 പേരും കൂടി കിടക്കുന്ന ആ ഒരു സീനാണെങ്കിൽ സുസ്മിത ഇങ്ങനെ ഫോണിൽ ഷൂട്ട് ചെയ്യുകയാണ്. അതിനുശേഷം സുസ്മിത പോകുന്നുണ്ട്. ഇവർ ഉറങ്ങുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ സുസ്മിതയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ വീഡിയോ ആണെങ്കിൽ ശ്യാമയ്ക്കാണെന്ന് തോന്നുന്നു അയച്ചു കൊടുക്കുന്നത്. അവരൊന്നിച്ചൊരു കുടുംബം പോലെ താമസവും തുടങ്ങി എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ഫോണിലായിരിക്കണം. അതിനുശേഷം ശ്യാമയാണെങ്കിൽ ഈ ഫോട്ടോയും ഈ വീഡിയോ ആയിട്ട് സത്യഭാമയുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ ഭാമയ്ക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഫോട്ടോയും വീഡിയോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വിഷ്ണുവേട്ടൻ്റെ ചിതയുടെ ചൂടാറും മുമ്പേ എൻ്റെ ചേച്ചി മറ്റൊരാളെ കണ്ടെത്തി എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. അന്നേരം ഇത് കാണുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങോട്ട് ആകെപ്പാട് ദേഷ്യമാവുകയാണ് ചെയ്യുന്നത്. ആകെ ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെ ആ ഒരു ശ്യാമയുടെ ഫോൺ ഇങ്ങനെ സത്യഭാമ നോക്കി കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശ്യാമയ്ക്ക് ആകെപ്പാട് സന്തോഷമാണ്. ശാലിനിയോടുള്ള ഭാമയുടെ വിരോധം അവിടെ കൂടുകയാണല്ലോ. അപ്പോൾ അവിടെ ആ ഒരു സത്യഭാമയുടെ മരുമകൾ പെട്ടതെന്നുള്ളതും സ്വത്തും എല്ലാം ഒക്കെ ശ്യാമയ്ക്ക് രോഹിത്തിനും കിട്ടും, ഇനി ശാലിനി ഇങ്ങോട്ടത്തേക്ക് വിളിക്കില്ല എന്നുള്ളതൊക്കെയാണ് ശ്യാമ അവിടെ ആലോചിച്ച് കൂട്ടുന്നത്. പക്ഷേ ഇതൊരു തെളിവെന്നോണം തന്നെ അവിടെ സത്യഭാമ സൂക്ഷിക്കുമോ ഇല്ലയോ എന്നാണ്. ഇനി ഇത് പുറത്ത് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ. അങ്ങനെ അതും കൂടിയാകും ചിലപ്പോൾ സുസ്മിത അവിടെ കൊണ്ടുവന്ന ആ കൈക്കൂലി കേസ് എല്ലാം കൂടി ആകുമ്പോൾ ശാലിനിക്ക് ജോലി നഷ്ടപ്പെടുമോ, എന്താകും എന്നുള്ളതിന് എന്ത് മറുപടി പറയും എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാനായിട്ട് തയ്യാറാകില്ലല്ലോ. കുട്ടികളിങ്ങനെ നിർബന്ധിച്ചാലും അങ്ങനെ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ അതെന്താകും എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.